ഉത്ര നക്ഷത്രം. ഉത്ര നക്ഷത്രത്തിൻ്റെ കാൽഭാഗം മാത്രമാണ് നമുക്ക് ചിങ്ങത്തിലുള്ളത്. ബാക്കി മുക്കാൽ ഭാഗവും നമുക്ക് കന്നിയിലാണുള്ളത്. അപ്പോൾ കാൽഭാഗമുള്ളവരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ശനീശ്വരൻ വന്നിരിക്കുന്നത്. 11 നമുക്ക് വ്യാഴം വന്നിട്ടുണ്ട്, 7 രാഹുവാണ്, ലഗ്നത്തിൽ തന്നെ കേതുവാണ്. ഇപ്പൊ രോഗങ്ങളെയാണ് ചിങ്ങക്കൂറുകാർ എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്ന ഈ നക്ഷത്രക്കാർ മുഴുവൻ വളരെ രോഗങ്ങളെ ശ്രദ്ധിക്കണം. പിന്നെ ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ തടസ്സങ്ങളൊക്കെ ആദ്യ ഭാഗങ്ങളിൽ ഉണ്ടാവും. പിന്നെ അതിനൊക്കെ നമ്മൾ മറികടന്ന്, അതായത് ദേവീക്ഷേത്രത്തിൽ പോവുക, ചുവന്ന പൂക്കൾ കൊണ്ട് 7 ദിവസം അടുപ്പിച്ച് അർച്ചന കൊടുക്കുക. അത് ജയദുർഗ എന്ന് പറയുന്നത് ജയിച്ചു വരാനുള്ള ഒരു ദേവിയുടെ ഒരു പൂജയാണ്. അതിന് മാത്രമായിട്ടുള്ളൊരു മന്ത്രമാണ്. അപ്പം അത് ചെയ്യുക. ലളിതാ സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക. അതൊക്കെയാണ് ഈ ഉത്തര നക്ഷത്രത്തിന്റെ കാൽഭാഗത്ത് ചിങ്ങക്കൂറിലുള്ളവർ ചെയ്യേണ്ടത്. കന്നിക്കൂറുകാരിൽ ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗവും കന്നിക്കൂറിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലേക്കാണ് നമുക്ക് ശനീശ്വരൻ വരുന്നത്. അപ്പോൾ 7ലെ ശനി കണ്ടകശനിയാണ്. നന്നായിട്ട് ശനീശ്വരനെ നന്നായിട്ട് കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ 7ലെ ശനിയാണ് ഭയങ്കര ദോഷം ചെയ്യും എന്നൊക്കെ പറഞ്ഞാലും ശനിയെ ഞാൻ ഇത്രയും ജാതകമൊക്കെ നോക്കുന്നതിൽ ശനീനെ എപ്പോഴും നന്നായി സ്നേഹിക്കുകയും നമ്മുടെ കർമ്മത്തിൽ വളരെയധികം നല്ല രാശിയിലാണ് ശനി നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശനീശ്വരൻ നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ കന്നി രാശിക്കാരെ സംബന്ധിച്ച് 10ലേക്ക് വ്യാഴവും 7ല് ശനിയുമാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ രാഹു ഉണ്ട് 6ാം ഭാവത്തിൽ, കേതു 12ലും. അപ്പോൾ ആദ്യം കുറച്ച് തടസ്സങ്ങൾ വന്നാലും അത് മുന്നിലേക്ക് പോകാൻ നല്ലൊരു വഴി കാണിച്ചു തരും. അപ്പോൾ ആദ്യത്തെ ഒരു തടസ്സത്തിൽ നമുക്ക് അലസത വരും. ശനി 7ലൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും അലസത വരും. നമുക്ക് അത് വേണ്ട, അത് ചെയ്താൽ അത് ശരിയാവില്ല എന്നൊക്കെ നമ്മളെ സ്വയം മനസ്സുകൊണ്ട് പറയും. അങ്ങനെയല്ലാതെ നമ്മൾ മുന്നോട്ട് പോകണം. നമുക്ക് കുട്ടികളിലൊക്കെ 1 വട്ടം 2 വട്ടം 3 വട്ടമൊക്കെ ശ്രമിച്ചാലാണ് നമുക്ക് വിദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു PSCയുടെ അതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. നന്നായി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടായികയില്ല. പക്ഷെ ശ്രമിക്കാൻ നമുക്കൊരു മടി വരും. ആ മടി മാറാനാണ് നമ്മൾ ശിവന്റെ അമ്പലത്തിൽ പോകുന്നതും അവിടെ ധാര കൊടുക്കുന്നതും. വെള്ളം ആണെന്ന് വെച്ചാൽ വെള്ളം കൊണ്ട് മതി. അല്ല, കരിക്ക് കൊണ്ടാണ് ധാര കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ ഒരു കരിക്ക് ഇളനീര് കൊണ്ട് ഒരു ധാര കൊടുക്കുന്നതും നല്ലതാണ്. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ആ കർമ്മത്തിലാണല്ലോ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ആ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കന്നിയിലിരിക്കുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് നല്ലതാണ്. അതേപോലെ ഈ ചിങ്ങത്തിലിരിക്കുന്ന ഉത്തര നക്ഷത്രക്കാർ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും നല്ല ഒരു സമയമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.